പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ആണ്ടുവട്ടത്തിലെ 14-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്ക് ഭയഭക്തി ആദരവോടുകൂടെ ഈ പരിശുദ്ധ ബലിയിൽ പങ്കുചേരാം. സുവിശേഷ വേലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന വിധത്തിലുള്ള സുവിശേഷ ഭാഗമാണ് നമ്മൾ വായിച്ച് കേൾക്കുക. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഒരു കടമയാണ്, ഒരു മാമോദീസയിലൂടെ സഭയ്ക്കുള്ളിൽ നീ അംഗമാണെങ്കിൽ നിൻ്റെ കടമയാണ് ഈശോയെ പ്രഘോഷിക്കുക, ഈശോയെ സാക്ഷ്യപ്പെടുത്തുക. അതുകൊണ്ട് നമുക്ക് ആ ഉത്തരവാദിത്തം അതിനെക്കുറിച്ച് നമുക്ക് ബോധവാന്മാരാകാം. നമ്മുടെ രക്ഷ മാത്രം പോരാ, നമ്മളെ രക്ഷിക്കണം. അതുകൂടാതെ മറ്റുള്ളവരെയും ദൈവത്തിൻ്റെ വഴിയിലേക്ക് നമ്മൾ അടുപ്പിക്കണം. അത് നമ്മുടെ കടമയാണ്. നമ്മളെ രക്ഷിക്കാതെ മറ്റുള്ളവരെ എങ്ങനെ ദൈവത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരും? അതുകൊണ്ട് നമുക്ക് ഈ ആത്മരക്ഷയെക്കുറിച്ചുള്ള ചിന്ത നമ്മിലേക്ക് പരിശുദ്ധാത്മാവ് കൂടുതലായിട്ട് നൽകട്ടെ. ഈ ബലിയർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ, അയോഗ്യതകൾ നമുക്ക് ഏറ്റുപറയാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരേ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം,
ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയായി. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വലോകരാജനേ. സർവൈക ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദൈവ സൂനുവേ, കർത്താവ ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവു തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അധപതിച്ച് ലോകത്തെ അങ്ങേ പുത്രന്റെ താഴ്മയാൽ അങ്ങ് സമുദ്ധരിച്ചുവല്ലോ. അങ്ങേ വിശ്വാസികൾക്ക് ദിവ്യാനന്ദം നൽകണമേ. അങ്ങനെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അങ്ങ് മോചിപ്പിച്ച ഞങ്ങളെ നിത്യമായ സന്തോഷത്താൽ ആഹ്ലാദിക്കുവാൻ ഇടയാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന
കേട്ടരുളേണമേ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്: ജെറുസലേമിനെ സ്നേഹിക്കുന്ന നിങ്ങൾ അവളോട് കൂടെ ആനന്ദിച്ചുല്ലസിക്കുവിൻ. അവളെ പ്രതി വിലപിക്കുന്ന നിങ്ങൾ അവളോടൊത്ത് സന്തോഷിച്ച് തിമിർക്കുവിൻ. അവളുടെ സ്വാതന്ത്ര്യസ്തന്യം പാനം ചെയ്ത് തൃപ്തരാകുവിൻ. അവളുടെ മഹത്വത്തിൻ്റെ സമൃദ്ധി നുകർന്ന് സംതൃപ്തി അടയുവിൻ. കർത്താവ് അരുൾ ചെയ്യുന്നു: ഐശ്വര്യം നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കും, ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും. നിന്നെ അവൾ പാലൂട്ടുകയും എളിയിലെടുത്തുകൊണ്ട് നടക്കുകയും മടിയിലുരുത്തി ലാളിക്കുകയും ചെയ്യും. അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ജെറുസലേമിൽ വെച്ച് നീ സ്വാതന്ത്ര്യം അനുഭവിക്കും. അതുകണ്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ അസ്ഥി പുല്ലുപോലെ തളിർക്കും. കർത്താവിൻ്റെ കരം അവിടുത്തെ ദാസരോട് കൂടെയും കർത്താവിൻ്റെ രോഷം അവിടുത്തെ ശത്രുക്കൾക്കെതിരെയുമാണെന്ന് അപ്പോൾ വെളിവാകും. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. അവിടുത്തെ നാമത്തിന്റെ മഹത്വം പ്രകീർത്തിക്കുവിൻ. സ്തുതികളാൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. അവിടുത്തെ പ്രവർത്തികൾ എത്ര ഭീതിജനകം. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. ഭൂവാസികൾ മുഴുവൻ അവിടുത്തെ ആരാധിക്കുന്നു. അവർ അങ്ങയെ പാടിപ്പുകഴ്ത്തുന്നു. അങ്ങയുടെ നാമത്തിന് സ്തോത്രം ആലപിക്കുന്നു. ദൈവത്തിന്റെ പ്രവർത്തികൾ വന്നു കാണുവിൻ. മനുഷ്യരുടെ ഇടയിൽ അവിടുത്തെ പ്രവർത്തികൾ ഭീതിജനകമാണ്. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. അവിടുന്ന് സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി. അവർ അതിലൂടെ നടന്നു നീങ്ങി. അവിടെ നമ്മൾ ദൈവത്തിൽ സന്തോഷിച്ചു. അവിടുന്ന് തന്റെ ശക്തിയിൽ എന്നേക്കും വാഴും. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. ദൈവഭക്തരെ വന്നു കേൾക്കുവിൻ. അവിടുന്ന് എനിക്ക് വേണ്ടി ചെയ്തതെല്ലാം ഞാൻ വിവരിക്കാം. ദൈവം വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല. അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പരിച്ഛേദന കർമ്മം നടത്തുന്നതിലോ നടത്താതിരിക്കുന്നതിലോ കാര്യമില്ല. പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. ഈ നിയമം അനുസരിച്ച് വ്യാപരിക്കുന്ന എല്ലാവർക്കും, അതായത് ദൈവത്തിൻ്റെ ഇസ്രായേലിന് സമാധാനവും കാരുണ്യവും ഉണ്ടാകട്ടെ. ഇനിമേൽ ആരും എന്നെ ബുദ്ധിമുട്ടിക്കരുത്. എന്തെന്നാൽ ഞാൻ എൻ്റെ ശരീരത്തിൽ യേശുവിൻ്റെ അടയാളങ്ങൾ ധരിക്കുന്നു. സഹോദരരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അനന്തരം കർത്താവ് വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും
ഈ 2 പേരായി അവരെ തനിക്ക് മുൻപേ അയച്ചു. അവൻ അവരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെ, വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങൾ അയക്കുന്നു. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനം എന്ന് ആദ്യമേ ആശംസിക്കണം. സമാധാനത്തിൻ്റെ പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും, ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും. അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുവിൻ. വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനാണല്ലോ. നിങ്ങൾ വീട് തോറും ചുറ്റി നടക്കരുത്. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ. ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ. നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ തെരുവിലിറങ്ങി നിന്നുകൊണ്ട് പറയണം, നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകളിൽ പറ്റിയ പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു. എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ദിവസം സോതോമിൻ്റെ സ്ഥിതി ഈ നഗരത്തിൻ്റെതിനേക്കാൾ സഹനീയമായിരിക്കും. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്നു പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവൻ. കർത്താവിൻ്റെ സുവിശേഷം. നമുക്കിരിക്കാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മുടെ കടമയാണ് സുവിശേഷ വേല. അപ്പോൾ ഇന്ന് സുവിശേഷ വേലയ്ക്ക് 72 പേരെ അയക്കുന്ന സംഭവം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അതൊന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. ഈശോയ്ക്ക് 12 ശിഷ്യന്മാർ കൂടാതെ ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത് 72 പേരെ കൂടി അയക്കുകയാണ്. ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ കടമയാണ് സുവിശേഷ വേല. ഇപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ച പുതിയ കാര്യമല്ല സുവിശേഷ വേല. ചിലപ്പോൾ ചില ധ്യാനകേന്ദ്രങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയും ഇങ്ങനെ അത് ഇപ്പോൾ കണ്ടുപിടിച്ച പോലെയുള്ളൊരു കാര്യമായിട്ടാണ് ജനങ്ങളുടെ വിചാരം. അതാണ് ചിലപ്പോൾ ചില പത്രമൊക്കെ കൊടുക്കുക, അതൊരു സുവിശേഷ വേല ഇപ്പോൾ കണ്ടുപിടിച്ച ഒരു കാര്യം പോലെ. ഇത് മാമോദീസയിലൂടെ നമുക്ക് തന്നിരിക്കുന്ന കടമയാണ്. സഭയിൽ നീ അംഗമാണോ, നിനക്ക് സുവിശേഷ വേലയ്ക്ക് കടമയുണ്ട്. നിൻ്റെ ആത്മരക്ഷ നീ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവൻ്റെ ആത്മരക്ഷയും കൂടി ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ പള്ളിയിലൊക്കെ വരുന്നു, അനങ്ങാതെ പള്ളിയിൽ പോകുന്നു, കുർബാനയൊക്കെ കൂടുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ആരെയും സഹായിക്കുന്ന, ആരെയും ഒരാത്മാവിനെ പോലും രക്ഷിക്കുന്നില്ല എങ്കിൽ സ്വർഗത്തിൽ അത് പ്രവേശനമുണ്ടാകില്ല എന്നാണ് വചനം പറയുക. നമ്മളെ മാത്രം രക്ഷിച്ചാൽ പോരാ, മറ്റാത്മാക്കളെ കൂടി രക്ഷിക്കണം. അത് മറ്റാത്മാക്കളെ രക്ഷിക്കുന്നത് അത് നമ്മുടെ രക്ഷയ്ക്ക് അത് സഹായകമാകും. അതാണ്. അതുകൊണ്ട് സുവിശേഷ വേലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. സുവിശേഷ വേലയ്ക്ക് പ്രാധാന്യമുണ്ട്. നമ്മൾ തന്നെ നമ്മുടെ ആത്മരക്ഷ അവതാളത്തിലാക്കിയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെയും രക്ഷിക്കണം, മറ്റുള്ളവരെയും രക്ഷിക്കണം. ഇതെല്ലാം കൂടി ആകുമ്പോൾ എന്ത് ചെയ്യും? അപ്പം നമ്മുടെ ആത്മരക്ഷ എപ്പോഴും ഉറപ്പാക്കണം. പർദീസയിൽ ഹവ്വയ്ക്ക് നല്ല സുന്ദരമായ ഒരു അവസരം, ആദത്തിന് ഹവ്വയ്ക്ക് സുന്ദരമായ ഒരു അവസരമാണ് കൊടുത്തത്. പക്ഷേ ആ ഒരു ഓപ്ഷൻ ഉണ്ടായല്ലോ, പഴം ഭക്ഷിക്കുക, പഴം ഭക്ഷിക്കരുത്. ഈ ഓപ്ഷനിലെ പഴം ഭക്ഷിക്കുക എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തത് കൊണ്ട് ആത്മാവിൻ്റെ സ്ഥിതി അവതാളത്തിലായി. പിന്നെ ആ വാഗ്ദാനത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു. പർദീസയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ദൈവം ചെയ്ത വലിയ കാര്യമാണ് അത്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. അതാണ് ദൈവം ചെയ്ത രക്ഷാകര പ്രവർത്തനത്തിൻ്റെ ഒരു അന്തസത്ത. അതിങ്ങനെ കാച്ചിക്കുറുക്കി പറഞ്ഞിരിക്കുന്ന വചനമാണ് യോഹന്നാൻ 3:16.
എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പം ദൈവത്തിൻ്റെ രക്ഷ, എല്ലാവരും രക്ഷപ്പെടണം, എല്ലാവരും രക്ഷപ്പെടണം. നാം മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, എല്ലാവരും രക്ഷപ്പെടണം. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മുടെ ആത്മരക്ഷ ഉറപ്പാക്കണം, മറ്റുള്ള ആത്മാക്കളെയും നമ്മൾ രക്ഷിക്കണം. അപ്പോൾ അതിന് സ്വർഗത്തിലെ പേര് നൽകപ്പെടുമെന്നാണ് ഇന്നത്തെ സുവിശേഷത്തിൽ പറയുക. സ്വർഗത്തിൽ പേര്, നിങ്ങൾ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുന്നു. അത്രയും വലിയ ഒരു കാര്യമാണ് നമുക്ക് ദൈവം വാഗ്ദാനം ചെയ്യുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 41-ാം വാക്യം, ഒരു ശുശ്രൂഷ ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പോലും അതിന് പ്രതിഫലം ഉണ്ടെന്നാണ് പറയുക. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ, അതായത് സുവിശേഷ വേല ചെയ്യുന്നവർ ക്രിസ്തുവിനുള്ളവരാകയാൽ അവൻ്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. ഒരു ശുശ്രൂഷകനെ സഹായിച്ചാൽ പോലും, അപ്പം ശുശ്രൂഷയെ സഹായിച്ചാലോ, അപ്പോൾ ശുശ്രൂഷയിൽ പങ്കെടുത്താലോ നമ്മൾ തന്നെ നമ്മുടെ ആത്മരക്ഷ ഉറപ്പാക്കുകയാണ്. അപ്പോൾ ഇത് ദൈവം നൽകുന്ന ഒരു വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ രക്ഷ സ്വന്തമാക്കാനായിട്ട് നമ്മൾ തന്നെ പരിശ്രമിക്കണം. നമ്മുടെ രക്ഷ സ്വന്തമാക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടത്, നമുക്ക് സഭയിലൂടെ കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ടല്ലോ. കുംഭസാരം, കുർബാന സ്വീകരണം, അത് വെറുതെ ഒരു അതിഭക്തന് പറഞ്ഞിട്ട് ചിലപ്പോൾ അതൊക്കെ ഒരു ഭക്തന് മാത്രമേ നടക്കുള്ളൂ. പിന്നെ എപ്പോഴൊക്കെ കുമ്പസാരിക്കാൻ ഞങ്ങൾക്ക് പറ്റുമോ? ഞങ്ങൾ കന്യാസ്ത്രീ മഠത്തിലൊന്നും അല്ലല്ലോ ജീവിക്കുന്നത്, എപ്പോഴും കുമ്പസാരിക്കാൻ. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ആത്മരക്ഷ പിന്നെ ആര് നോക്കും? ഓരോരുത്തരും അവനവൻ്റെ കാര്യത്തിൽ, ഭൗതിക കാര്യങ്ങളാകട്ടെ ആത്മീയ കാര്യങ്ങളാകട്ടെ, ഓരോരുത്തരും അവർ സ്വയം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനവൻ തന്നെ പരിശ്രമിക്കേണ്ടടക്കം മറ്റുള്ളവരെ പെട്ടെന്ന് ചിലപ്പോൾ സഹായിക്കാൻ പറ്റണമെന്നില്ല. നമ്മുടെ രക്ഷ നമ്മൾ തന്നെ സ്വന്തമാക്കണം. അപ്പോൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ, പരിശുദ്ധ കുംഭസാരം സ്വീകരിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഈശോയുടെ മരണത്തെ ആരാധിക്കുകയാണ്. ഈശോയുടെ മരണത്തെ ആരാധിക്കുകയാണ്. ഈശോ മരിച്ചു എന്ന് നമ്മൾ ഏറ്റുപറയുകയാണ്. നമുക്ക് വേണ്ടി പിതാവായ ദൈവം നമുക്ക് വേണ്ടി അയച്ച യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്തു എന്നത് നമ്മൾ പ്രഘോഷിക്കുകയാണ് നമ്മുടെ കുംഭസാരവും കുർബാന സ്വീകരണവും വഴി. അത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കുർബാന സ്വീകരിക്കുമ്പോഴെല്ലാം നമ്മൾ അവൻ്റെ പ്രത്യാഗമനം അത് പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ 1 കൊരിന്തോസ് 11:26, നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം, അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈശോയുടെ തിരുശരീരം എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് പരിശുദ്ധ കുർബാന നൽകപ്പെടുമ്പോൾ ലാറ്റിൻ ക്രമത്തിൽ ആമേൻ എന്നൊരു മറുപടിയുണ്ട്. ആമേൻ എന്ന മറുപടിയുടെ അർത്ഥം എന്താണെന്ന് അറിയാവോ? അങ്ങനെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച അപ്പത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ സാന്നിധ്യമാണ് പരിശുദ്ധ കുർബാന. അപ്പോൾ പരിശുദ്ധ കുർബാന സ്വീകരണമല്ലേ ഈശോയെ പ്രഘോഷിക്കാനായിട്ടുള്ള സുന്ദരമായ അവസരം. ഇനി കുംഭസാരക്കൂട്ടിൽ മുട്ടുകുത്തി നിൽക്കുമ്പോൾ നമ്മൾ ഈശോയുടെ മരണത്തിന് മുൻപിലാണ് മുട്ടുകുത്തി നിൽക്കുന്നത്. ഈശോ മരിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് നമുക്ക് പാപമോചനവും ദൈവവരപ്രസാദവും കിട്ടുന്നത്. ഇതങ്ങനെ വെറുതെ കിട്ടിയാൽ അയലത്തെ വീട്ടിലെ ചേട്ടനല്ലല്ലോ നമുക്ക് പ്രസാദവരം തരുന്നത്. ഈശോ കുരിശിൽ മരിച്ചതുകൊണ്ട് പിതാവായ ദൈവം തരുന്നതാണ്. അപ്പം നമ്മൾ മുട്ടുകുത്തി നിന്ന് കുമ്പസാരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിച്ച ഈശോയെ നമ്മൾ പ്രഘോഷിക്കുകയാണ്. അതിൽ പരം വേറെ എന്താണ് അവസരമുള്ളത്? അപ്പോൾ ഇത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഈശോയെ പ്രഘോഷിക്കുന്നില്ല. നിങ്ങൾക്കൊരു അൽമായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എവിടെയെങ്കിലും പോയിട്ട് വചനം പ്രഘോഷിക്കാൻ അവസരമുണ്ടോ? അങ്ങനെ വചനം പ്രഘോഷിക്കാൻ തിയോളജിക്കലായിട്ടുള്ള ഒരു അടിസ്ഥാനം ഉണ്ടോ? തിയോളജിക്കലായിട്ടുള്ള അറിവില്ലാതെ, അഭിഷേകമില്ലാതെ എങ്ങനെ വചനം പ്രഘോഷിക്കും? ഇത് രണ്ടും വേണ്ടേ? വെറുതെ എന്തെങ്കിലും പറഞ്ഞ് തെറ്റ് പഠിപ്പിച്ചാലോ? അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് കയറി വചനം പ്രഘോഷിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാകില്ല. പക്ഷെ കുമ്പസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്നത് വഴി നിങ്ങൾ ഈശോയെ പ്രഘോഷിക്കുകയാണ്. ഈശോയെ പ്രഘോഷിക്കണം. ഇനി നമ്മുടെ കൂട്ടത്തിൽ ഒരാളിങ്ങനെ മോശമായിട്ട് നടക്കുകയാണ്, നമ്മൾ പറയണം.
അങ്ങനെ ചെയ്ത ധൂർത്തപുത്രൻ പാപം ചെയ്തു പോയി. അവൻ്റെ ആത്മരക്ഷ അവൻ തന്നെ ഉറപ്പാക്കണം, അവൻ തന്നെ തിരിച്ചു വരണം. പിതാവായ ദൈവം പുറകെ നടന്നോ? മോനെ മോനെ എന്ന് പറഞ്ഞിട്ട് എപ്പോഴെപ്പോഴും പന്നിക്കൂട്ടി കാണാൻ വന്നോ? പന്നിക്കൂട്ടി നിരന്തരം പിതാവായ ദൈവം സന്ദർശിച്ചോ? ഇല്ല. അത് അവൻ്റെ തീരുമാനമാണ്. നിനക്ക് നീ തീരുമാനിക്കണം. പക്ഷെ പിതാവായ ദൈവം ഒരു കാര്യം ചെയ്തു. എൻ്റെ മകനെ കൊണ്ടുവരണമേ പിതാവേ, എൻ്റെ മകനെ പന്നിക്കൂട്ടുന്ന വീട്ടിലേക്ക് കൊണ്ടുവരണമേ എന്ന് പിതാവായ ദൈവം പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. അങ്ങനെ പ്രാർത്ഥിക്കാം. മധ്യസ്ഥ പ്രാർത്ഥന സുവിശേഷ വേലയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് പന്നിക്കൂട്ടിൽ അവൻ ആരുണ്ട് പറഞ്ഞു കൊടുക്കാൻ? മകനെ നീ വീട്ടിൽ പോടാ, മകനെ നീ വീട്ടിൽ പോടാ, ഇവിടെ കിടന്നലയാതെ നീ വീട്ടിൽ പോ എന്ന് പറയാൻ പന്നിക്കൂട്ടിൽ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. പക്ഷേ പിതാവായ ദൈവം വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചത് വഴി പരിശുദ്ധാത്മാവ് വന്നു. ലൂക്ക 15:17 അപ്പോൾ അവന് സുബോധമുണ്ടായി. അപ്പോൾ നമ്മളൊരു ആത്മാവിനെ രക്ഷിക്കണം. നമ്മളൊരു ആത്മാവിനെ രക്ഷിച്ചാൽ നമ്മുടെ രക്ഷ തന്നെയാണ് ഉറപ്പാക്കുന്നത്. അത് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 2 തവണ പറയുന്നുണ്ട്. 3-ാം അധ്യായത്തിലും 33-ാം അധ്യായത്തിലും. നമ്മൾ ഒരാളോട് നീ ഇങ്ങനെ പോയാൽ നശിക്കും എന്ന് പറഞ്ഞില്ലെങ്കിൽ ആ ആത്മാവ് പാപത്തിൽ നശിച്ചാൽ ആത്മാവിൻ്റെ ഉത്തരവാദിത്വം നിനക്കായിരിക്കും. നിന്നോട് കണക്ക് ചോദിക്കും. ഒരു മദ്യപാനിയായ ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ മദ്യപാനിയുടെ മദ്യപാനം മാറാൻ നീ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. നീ കുമ്പസാരിക്കുമ്പോൾ വീട്ടിൽ കുമ്പസാരിക്കാത്ത ആളുകളുണ്ടെങ്കിൽ നീ മുട്ടുകുത്തി കുമ്പസാരിക്കുമ്പോൾ ഈശോയെ എൻ്റെ വീട്ടിൽ മുട്ടുകുത്തി കുമ്പസാരിക്കാത്ത മറ്റൊരാൾക്ക് വേണ്ടി ഞാനിതാ മുട്ടുകുത്തി കുമ്പസാരിക്കുന്നു എന്ന് പറഞ്ഞ് നീ കുമ്പസാരിക്കണം. അങ്ങനെയെങ്കിൽ നിനക്ക് എത്രയോ ആത്മാക്കളെ രക്ഷിക്കാൻ പറ്റും. ആത്മാക്കളെ രക്ഷിക്കണം, നമ്മുടെ ആത്മാവിനെ രക്ഷിക്കണം. അതുകൊണ്ട് ആത്മാവിൻ്റെ രക്ഷ അതിൽ കണക്കിലെടുക്കാതെ അവര് ഭോഷന്മാരാണെന്ന വചനം പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 20-ാം വാക്യത്തിൽ അവൻ അറപ്പുര പൊളിച്ച് കുറെ ധാന്യങ്ങൾ ശേഖരിച്ചു വെച്ചു, എനിക്ക് ജീവിക്കാനുള്ളതായി എന്ന് പറഞ്ഞ് അവൻ സന്തോഷിച്ചപ്പോൾ അവനോട് കർത്താവ് പറഞ്ഞു, ഭോഷ, ഇന്ന് രാത്രി നിന്റെ ജീവിതം തീർന്നു പോയാൽ എന്തു ചെയ്യും? നീ കുമ്പസാരിക്കാതെയും കുർബാന സ്വീകരിക്കാതെയും നടക്കുന്ന കാലയളവിലാണ് നീ മരിച്ചു പോകുന്നതെങ്കിൽ നിന്റെ ആത്മാവിൻ്റെ അവസ്ഥ. അതുകൊണ്ട് ആത്മരക്ഷ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം, കർത്താവേ ഈ ആത്മരക്ഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. മാനുഷാനീ ലോകമഖിലം നേടിയെന്നാലും ആത്മനാശം വന്നു പോയാൽ എന്തു നേടും? ആത്മാവിനു പകരമായിട്ടെന്തു നൽകും നീ? ഈ ലോകസമ്പത്തൊന്നു ചേർന്നാൽ തികയുമോ വിലയായി? മറിയം, ആത്മാവിൽ നിറഞ്ഞ മറിയം, ഈശോയെ ഉള്ളിൽ കിട്ടിയ മറിയം, അതൊരിക്കലും നഷ്ടപ്പെടുത്താതെ കുരിശിൻ്റെ വഴിയിലൂടെ ഒക്കെ നടന്ന് കുരിശിൻ്റെ ചുവട്ടിപ്പോയി നിന്ന് ഈശോയുടെ കുരിശ് മരണത്തെ ആരാധിച്ച് ആ ഈശോയുടെ ശരീരം മടിയിലേക്ക് വാങ്ങി അങ്ങനെ ഈശോയെ നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ചു. ഈശോയെ, നമുക്ക് വേണ്ടി മരിച്ച ഈശോയെ നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കുന്നതാണ് സുവിശേഷ വേല. അതാർക്കും നഷ്ടപ്പെടരുത്. ഈശോയെ ആർക്കും നഷ്ടപ്പെടരുത്. ഈശോയെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. നമുക്കെല്ലാവർക്കും ഈ സമയം എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ വിശ്വാസ പ്രമാണം നമുക്ക് ഏറ്റുചൊല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യമദൃശ്യമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുൻപ് പിതാവിൽ ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്തയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിന് ശരീരം സ്വീകരിച്ച് മനുഷ്യരായി തീർന്ന പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും
പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിലും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, പിതാവായ ദൈവത്തോടെ ഭക്തിവിശ്വാസ പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ പിതാവേ, കത്തോലിക്ക സഭയെ സംരക്ഷിക്കുകയും കത്തോലിക്ക സഭയെ നയിക്കുന്ന പരിശുദ്ധ ലയോ 14 പാപ്പയെ അഭിഷേകത്തെ നിറയ്ക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ കർത്താവേ, ഈ വിശുദ്ധ തീർത്ഥാടന കേന്ദ്രത്തെ അങ്ങ് അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ഇവിടെയുള്ള ശുശ്രൂഷകളെ, ഇവിടെയുള്ള പ്രാർത്ഥനാ സങ്കേതങ്ങളെ, അത് സന്ദർശിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, കത്തോലിക്ക സഭയിലുള്ള എല്ലാ സുവിശേഷ പ്രചാരണ പ്രവർത്തനങ്ങളെയും സുവിശേഷ വേല ചെയ്യുന്ന എല്ലാ മിഷണറിമാരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങളുമായി പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിൻ്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നിരിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ ആവശ്യങ്ങളോട് ചേർത്ത് വെച്ച് അവരനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മൗനമായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. സ്നേഹപിതാവേ, ഞങ്ങൾ പാപികളും ബലഹീനരുമാണ്. ഞങ്ങളോട് കരുണ കാണിക്കണമേ. മാമോദീസയിലൂടെ ഞങ്ങൾ ഏറ്റെടുത്ത സുവിശേഷ പ്രഘോഷണ ദൗത്യം ഞങ്ങളത് സ്വീകരിക്കുവാനും അത് അനുവർത്തിക്കുവാനും ഞങ്ങൾക്ക് കഴിവ് നൽകണമേ, കൃപ നൽകണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ നാമത്തിന് പ്രതിഷ്ഠിതമായിരിക്കുന്ന ഈ അർപ്പണം ഞങ്ങളെ ശുദ്ധീകരിക്കുകയും അനുദിനം സ്വർഗീയ ജീവിത തലത്തിലേക്ക് ഞങ്ങൾ എത്തിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ,
ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോടലിവ് തോന്നി അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായി. അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യമരണത്തിൽ ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസ്രാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ്
പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചിരിക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടും ഒത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ.
അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനവും സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇത്ര മഹത്തായ ബലിവസ്തുക്കളാൽ സമ്പൂരിതരായ ഞങ്ങൾ രക്ഷാകരമായ ദാനങ്ങൾ സ്വീകരിക്കാനും അങ്ങേ സ്തുതികളിൽ നിന്ന് ഒരിക്കലും വിരമിക്കാതിരിക്കാനും ഇടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മയേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും